നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ സ്വന്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ തോട്ടത്തിൽ റോബസ്റ്റ വാഴയുടെ വിളവെടുപ്പായിരുന്നു. ഈ വലിയ കുല വെട്ടിയെടുത്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഇതാണെന്ന്. പലരും വിചാരിക്കുന്നത് ഇതൊരു സാധാരണ പഴമല്ലേ എന്നാണ്. എന്നാൽ വിപണിയിലും പാചകത്തിലും ആരോഗ്യത്തിലും ഈ റോബസ്റ്റ 1 കിലോമീറ്റർ മുന്നിലാണ്. എന്താണ് ഈ റോബസ്റ്റ? പലരും ഇതിനെ കാവൻഡിഷ് എന്ന് വിളിക്കാറുണ്ട്. റോബസ്റ്റയ്ക്ക് അത്ഭുതപ്പെടുത്തുന്ന ആരോഗ്യ ഗുണങ്ങൾ എടുത്തു പറയേണ്ടതാണ്. വൃക്കയുടെ ആരോഗ്യം. ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് വൃക്കയിൽ കല്ലുകൾ ഉണ്ടാകുന്ന തടയാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. കൂടാതെ എല്ലുകളുടെ വളർച്ചയ്ക്കും ഇത് വളരെ നല്ലതാണ്. ഇതിന്റെ ആന്റി ഓക്സിഡന്റുകളും മിനറലുകളും നമ്മുടെ രക്തത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും രോഗപ്രതിരോധ ശേഷി വൻതോതിൽ കൂട്ടുകയും ചെയ്യും. ശരീരഭാരം കുറയ്ക്കാൻ, അമിതമായി കഴിക്കാനുള്ള തോന്നൽ കുറയ്ക്കാൻ റോബസ്റ്റ് സഹായിക്കും. കൂടാതെ വിറ്റമിൻ B6, C എന്നിവയുടെ കലവറയാണ്. ഈ കാണുന്ന വലിയ കുല വെട്ടാൻ ഞാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കൃത്യമായ ജൈവവളവും നനയും മാത്രമാണ് നൽകിയത്. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 2 സാധനങ്ങളാണ് ചാണകവും കുമ്മായവും. എന്നാൽ ഇവ രണ്ടും ഒന്നിച്ച് ഉപയോഗിക്കുന്നത് വലിയൊരു തെറ്റാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടാണ് ഇവ ഒന്നിച്ച് ചേർക്കരുതാത്തത്? നമ്മുടെ മണ്ണിലെ പുളിപ്പ് കുറയ്ക്കാനാണ് നമ്മൾ കുമ്മായം ഉപയോഗിക്കുന്നത്. എന്നാൽ കുമ്മായവും ചാണകവും ഒന്നിച്ച് ചേർത്താൽ ഒരു രാസപ്രവർത്തനം നടക്കും. ചാണകത്തിലെ പ്രധാന ഘടകമായ നൈട്രജൻ കുമ്മായമായി ചേരുമ്പോൾ അമോണിയ വാതകമായി അന്തരീക്ഷത്തിലേക്ക് നഷ്ടപ്പെടും. അതായത് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ചാണകത്തിലെ ഗുണം ചെടിക്ക് കിട്ടില്ലെന്ന് ചുരുക്കം. അതുകൊണ്ട് ഇവ രണ്ടും ഒന്നിച്ച് ഒരിക്കലും ഇടരുത്. ഈ വീഡിയോയുടെ പൂർണ്ണരൂപം ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റോബസ്റ്റയെ കുറിച്ചുള്ള ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ മണ്ണിലെ ഇത്തരം പുതിയ അറിവുകൾക്കായി നമ്മുടെ സ്വന്തം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.